ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാ സ്ത്രീകളും എന്തെങ്കിലും ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ വരുമാനം നേടാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയവും പിന്നെ അതിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇത് ഞാൻ ഫ്രീ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. നമുക്കിപ്പോൾ ഇതൊരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്റ്റിച്ചിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞത് കൊണ്ടേ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് വെറും ഡിസൈൻ ചെയ്യുന്ന മാത്രം പഠിച്ചിട്ട് സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് അടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റ് പഠിക്കാം, എന്നിട്ട് ഫാഷൻ ഡിസൈനിലേക്ക് പോവാം. ആദ്യം തന്നെ അളവിനുള്ളൊരു പെറ്റിക്കോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട തുണി, പെറ്റിക്കോട്ട് തുണി എൻ്റെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ 1 മീറ്റർ അന്ന് വാങ്ങിയിട്ടില്ല. ആദ്യം ഫുൾ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഫുൾ ലെങ്ത്ത് എനിക്കിവിടെ 23 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നോട്ട് എടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം വേണ്ട മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത്ത്, അതേപോലെ ചെസ്റ്റ് റൗണ്ട്, അതുപോലെ ബോഡി ലെങ്ത്ത്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട മെഷർമെൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തെറ്റാതെ തന്നെ നമുക്കൊരു പെറ്റിക്കോട്ട് അടിച്ച് എടുക്കാൻ പറ്റും. എന്തൊരു ഡ്രസ്സും നമുക്ക് ഉത്ഭവിക്കുന്നതിന് ഈ ഒരു പെറ്റിക്കോട്ടിൽ നിന്നല്ലേ. ഈ ആം ഹോള്, നെക്ക് ലെങ്ത്ത് എല്ലാം തന്നെ. ഇതിനടുത്ത ബോഡി ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. ബോഡി ലെങ്ത്ത് എന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്ന് ഒരു നമ്മുടെ ഇതില്ലേ സ്കേർട്ടിൻ്റെ പോർഷന് ഒരു ഭാഗം വരെയാണ് ബോഡി ലെങ്ത്ത് എന്ന് അതും എടുത്ത്. അതിപ്പോൾ 9 ഇഞ്ചാണ് വന്നിട്ട്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 23 ഇഞ്ചും ബോഡി ലെങ്ത്ത് 9 ഇഞ്ചും. അപ്പോൾ ബാക്കി എത്ര വരിക? ഫുൾ ലെങ്ത്തിൽ നിന്ന് ബോഡി ലെങ്ത്ത് മൈനസ് ആക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ. ഇതിനടുത്തത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. 2 കൈക്കുഴിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ചെസ്റ്റ് റൗണ്ട് എടുക്കുക. ഞാൻ അളക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. എനിക്കിവിടെ 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 × 2 ആണ്. അപ്പോൾ ഇത് ഒരു വശമാണ് 12. അപ്പോൾ 2 വശവും കൂടി കഴിഞ്ഞാൽ 12 × 2 24. ഓക്കെ, 24 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് അടിച്ച് കിട്ടിക്കഴിഞ്ഞാലുള്ള അളവാണിത് കേട്ടോ. ഇനി നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ലെങ്ത്തും അതുപോലെ നെക്ക് വിഡ്ത്തുമാണ് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ പിന്നെ കിട്ടേണ്ടത് ഷോൾഡർ കിട്ടണം, ആം ഹോൾ കിട്ടണം. അത് നമുക്ക് ഈ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് തന്നെ ഷോൾഡറും ആം ഹോളും എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇനി നെക്ക് ലെങ്ത്ത് നോക്കാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ അളവിനെടുത്തത് ഒരു ബനിയൻ ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 5 കൂടുതൽ വരുന്നുണ്ട് നെക്ക് ലെങ്ത്ത്. അപ്പോൾ ഞാനിതെടുത്ത് 4.5 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4.5 ഇഞ്ചാകുന്നേരം ബാക്ക് നെക്ക് ലെങ്ത്ത് നമുക്ക് ഒരു 3.5 ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അന്നേരം തന്നെ ഷോൾഡറും ആം ഹോളെല്ലാം എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തുണി നമുക്ക് വേസ്റ്റ് ആക്കാനേ പാടില്ല. അപ്പോൾ നമ്മൾ ഇതില്ലേ ചെസ്റ്റ് റൗണ്ട് ഒരു വശത്തെ റൗണ്ട് നമുക്ക് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 12 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി ഞാൻ കൂട്ടുന്നുണ്ട്, 13 ഇഞ്ച്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റായിട്ട് അടിക്കുന്ന ഒരാളാണെങ്കിൽ 13 14 ഇഞ്ച് എടുക്കണം കേട്ടോ. ഇവിടെ ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 12 13 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം അങ്ങനെ മടക്കി കൊടുത്താൽ നമുക്കിപ്പോൾ ഒരു എന്താ വെച്ചാൽ ഫ്രണ്ട് പോർഷൻ്റെ ഒരു ഭാഗത്തേക്കുള്ളതാണിത്. അതേപോലെ നമ്മൾ ഇതില്ല ബോഡി ലെങ്ത്ത് അപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. 9 ഇഞ്ചിൻ്റെ ഷോൾഡറിൻ്റെ അട 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അതേപോലെ അടി സ്കേർട്ടിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് അവിടെയും പോവും. അപ്പോൾ 9 1 10 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ മടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി വേസ്റ്റ് ആവാതെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അളവൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അളന്ന് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നിനോ എന്നുള്ളത്. എന്നിട്ട് നമുക്കിതാ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അളവുകൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കിട്ടാൻ ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ കിട്ടുന്നത് വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം കാണുക. അപ്പോൾ 6ആണ് കിട്ടിയിട്ടുള്ളത്. 6 1 മൈനസ് ആക്കുക. അന്നേരം എത്ര കിട്ടുക വെച്ചാൽ 5. അതാണ് നമ്മൾ ഷോൾഡറും ആം ഹോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 5 ഇഞ്ചിൽ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് 5 ഇഞ്ചിൽ നമുക്ക് ആം ഹോളും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ ഈ ഒരു രീതിയിൽ നമുക്ക് ഷോൾഡറും ആം ഹോളും കണ്ടുപിടിക്കാൻ പറ്റും. ചെസ്റ്റ് റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4/1 ഭാഗം കണ്ടു. എന്നിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അതാണ് അതിൻ്റെ ഷോൾഡറും ആം ഹോളും. അപ്പോൾ ഷോൾഡറും ആം ഹോളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24ആണ്. അതിൻ്റെ നേരെ പകുതി 12. അപ്പോൾ ഇത് 4/1 ഭാഗമാണ് ഇവിടെ വരിക.
അപ്പോൾ ഒന്നിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ്റെ നേരെ പകുതിയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 4 ഭാഗം 12ൻ്റെ നേരെ പകുതി എടുക്കാണ്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന തുമ്പിനാണ് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ഈ ഇതില്ലേ എന്താ പറയുക, നമ്മളെ സ്കേർട്ട് ചുരുക്കിട്ടിട്ട് വരുന്ന ഈ ഒരു ഭാഗമില്ല വേസ്റ്റ് റൗണ്ട്, അതാണ് വേസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേത് 6 ആണെങ്കിൽ ഇത് 5 വരുന്നുള്ളൂ. 5 അരയും തയ്യൽ തുമ്പായിട്ട് അരയും കൂടി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് വരുന്ന നേരം 1 ഇഞ്ച് 2 ഇഞ്ചോളം കുറവ് വരും. നമ്മൾ ചെസ്റ്റ് റൗണ്ടിനേക്കാളും 2 ഇഞ്ചോളം കുറവ് വരും മറ്റേ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് ഇവിടെ 2 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 5 വയസ്സുള്ളൊരു കുട്ടിക്കുള്ള ഒരു പെറ്റിക്കോട്ടിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ 2 ഇഞ്ച് നെക്ക് വിഡ്ത്തും അതുപോലെ 4.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും പിന്നെ 3.5 ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്തുമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ നമ്മൾ ഇവിടുന്ന് മുറിക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിൻ്റെ എല്ലാ അളവും നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം മാത്രമേ ഫ്രണ്ടിൻ്റെ അളവ് നമുക്ക് മുറിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനെല്ലാം ഞാൻ സ്ക്വയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വയറാക്കിയ അതിനെ നമുക്ക് ചെറുങ്ങനെ ഒരു റൗണ്ട് നെക്കെല്ലാം ഉണ്ടായിനി ഇപ്പോൾ പെറ്റിക്കോട്ടിനെല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ ചെറുങ്ങനെ ഒരു കേവാക്കി കോണയില്ലേ, കോണിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പേ ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരുടെ ഷോൾഡർ ഇങ്ങനെ സ്ട്രൈറ്റ് അല്ലല്ലോ ഉണ്ടാവുക, കുറച്ചൊന്ന് ചെരിച്ചിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ആം ഹോളും നമ്മൾ കേവാക്കിയിട്ടില്ല. ആം ഹോളിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 ആം ഹോളിൻ്റെ ഇത് കിട്ടിയേ. അപ്പോൾ 5ൻ്റെ നേരെ പകുതി 2.5 മാർക്ക് ചെയ്ത് പിന്നെ നമ്മുടെ അടിക്കേണ്ട സ്ഥലമല്ലേ അവിടത്തേക്ക് 1 വരുന്നത്. അപ്പോൾ 1 തന്നെ നമ്മൾ ഈ കോണക്കുന്ന് അതിന് നടുക്കേക്ക് 1 മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇത് കറക്റ്റ് ഇങ്ങനെ കേവാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും നല്ലൊരു വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നേരെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ അടിക്കേണ്ട ഭാഗത്തേക്ക് നമ്മൾ കേവാക്കിയിട്ടൊന്ന് വരണം കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അതേപോലെ നമ്മൾ ഷോൾഡറും ഒരു അര ഇഞ്ച് ഒരു 4 ഇഞ്ച് താഴെയാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നേരം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഏത് ഭാഗമാണോ ആ ഭാഗത്ത് നമ്മൾ കൈ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാൽ പിന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോലും. ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടില്ലേ അതുപോലെ വേണം. അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം പുറത്തും നമ്മളിപ്പോൾ വേസ്റ്റ് പീസിൻ്റെ ഇടയിൽ നമുക്ക് കൈവച്ച് ഇപ്പോൾ കട്ട് ചെയ്യുന്നേരം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ട് അളവൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ അടിക്കുന്നേരം കോട്ടൺ ക്ലോത്തിൽ മാത്രം അടിക്കാൻ ശ്രദ്ധിക്കുക. കോട്ടണിലാകുന്നേരം നമ്മൾ പറയുന്നത് പോലെ നിൽക്കും ആ തുണി. ഏത് രീതിയിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് മടക്കി അടിക്കേണ്ടതായിക്കോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കഴുത്തെല്ലാം നമുക്ക് ചെറുങ്ങനെ മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ അല്ല അതേ രീതിയിൽ തന്നെ നിൽക്കും. നമ്മളിപ്പോൾ മറ്റുള്ള ഇപ്പോൾ പോളിസ്റ്റർ അങ്ങനത്തെ ഇതിലെല്ലാം നമ്മൾ അടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്യലിനോടേ ഒരു മടുപ്പ് വന്നു പോകും. അപ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റ് എല്ലാം വേണം നമുക്ക് നല്ല കുറച്ച് നാൾ വരെ നമ്മൾ കോട്ടണിൽ മാത്രം അടിച്ച് ശീലിക്കുക. എന്നിട്ട് നല്ല നമ്മൾ തയ്യലെല്ലാം നമ്മൾ കൈമ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ക്ലോത്തിലും നമുക്ക് അടിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാക്ക് പോർഷൻ അവിടെ മാറ്റി വെച്ചു. ഇനി ഫ്രണ്ട് നെക്കും അതേപോലെ ഫ്രണ്ടിലെ കൈയിൻ്റെ കുഴിയില്ലേ, കൈക്കുഴി ഇപ്പോൾ ഇതും കുറച്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഈ ഫസ്റ്റത്തെ ഒരു ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം ഈസിയാണ്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇപ്പോൾ കയ്യോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് വേണം സ്കേർട്ട് പോർഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്ര 22, അതിൻ്റെ കൂടെ ആ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ നേരെ പകുതി 11, അത് രണ്ടും തമ്മിൽ കൂട്ടുക. അപ്പോൾ 33. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയതിന് ശേഷം 34 ഇഞ്ചാണ് ഇതിൻ്റെ എന്താ പറയുക വീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നീളം നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലേ, നേരത്തെ എത്രയും 23 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഫുൾ ലെങ്ത്ത് വന്നത്. അതിൽ 9 ഇഞ്ച് സ്കേർട്ട് 9 ഇഞ്ച് ഇപ്പോൾ ബോഡി ഇതില്ലേ ബോഡിൻ്റെ ലെങ്ത്തായിട്ട് പോയി. അപ്പോൾ ബാക്കി 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 14 ഇഞ്ച്
നീളവും. അപ്പോൾ 14 പ്ലസ് മേലയിലൊരു അര, താഴെയൊരു 1.5 വേണം. മടക്കി അടിക്കാൻ ഒരു 1.5 ഇഞ്ച് വേണ്ടേ. അപ്പോൾ മേലയിലൊരു നമ്മളിപ്പോൾ ബോഡീൻ്റെ ലെങ്ത്തിൽ ബോഡി നമുക്ക് അടിക്കുന്ന നേരം അവിടെ ഒരു 1/2 ഇഞ്ച് വേണം തയ്യൽ തുമ്പ്, താഴെയൊരു 1.5 ഇഞ്ചും വേണം തയ്യൽ തുമ്പ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ 15.5 നീളവും അതുപോലെ വീതി 33 പ്ലസ് 1 34 ഇഞ്ച് വീതിയുമുള്ള തുണിയാണ് ഇനി നമുക്ക് വേണ്ടത്. ഇതിപ്പം നമുക്ക് ഞാൻ നേരത്തെ 1.5 തുണിയാണ് അടിയിൽ മടക്കേണ്ടത്. നമുക്ക് 1 ഇഞ്ചാണ് ഇപ്പോൾ എടുക്കുന്ന 1 ഇഞ്ച് അടയാളപ്പെടുത്തി അടിയിൽ മടക്കി അടിക്കേണ്ടത്. പിന്നെ നമ്മൾ എത്ര വേണ്ടത് വെച്ചാൽ 14 ഇഞ്ച് അടയാളപ്പെടുത്തി, എന്നിട്ട് അതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓരോന്നായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ 15.5 ഇഞ്ച് കറക്റ്റ് നമുക്ക് അടയാളപ്പെടുത്തിയാൽ മതിയാവും. അപ്പോൾ 15.5 ഇഞ്ച് വരിക. അങ്ങനെ 15.5 ഇഞ്ച് തന്നെ നമുക്കിപ്പോൾ അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എത്ര അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മുടെ ഇതിൽ ടാപ്പ് എടുത്തിട്ട് ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാൻ, എന്നിട്ട് പിന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് 1 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ ഈ തുണി അവസാനം വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പ്ലീറ്റ് കറക്റ്റ് അളവിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തുണിയും വേസ്റ്റ് ആവില്ല, അതായത് തുണി എടുത്താണ്ടും ആവില്ല. അപ്പോൾ 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് വരുന്നില്ലേ, 1 ഇഞ്ച് കറക്റ്റ് നമ്മൾ മടക്കി കൊടുക്കുക. അതേപോലെ പിന്നെ 2 ഇഞ്ച്, എന്നിട്ട് പിന്നെ 1 ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയിൽ അടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ, അതും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിനിതാ നേരെ മടക്കി പിന്നെ ഒരു മടക്കും കൂടിയും കൊടുക്കുക. ഒരു മടക്കി ഇപ്പോൾ ഒരു മടക്കി ഇപ്പോൾ അത് അടിക്കാത്ത വശമാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ കൂട്ടി അടിക്കേണ്ട വശം. അപ്പോൾ ആ ഭാഗം ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും ഇപ്പോൾ ഒരു സൈഡും അപ്പുറത്തെ സൈഡും ചെറിയൊരു കട്ട് കൊടുക്കുക. ഇപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ബോഡീൻ്റെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഇതില്ലേ നമ്മൾ കട്ട് ചെയ്താൽ അതിനും അങ്ങനെ തന്നെ 2 സൈഡിൽ ഓരോരോ കട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഇപ്പോൾ എങ്ങനെ കൊടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാ 2 ഇടത്തും ഓരോരോ കട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ നിവർത്തി വെച്ച് ആ തുണി നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഇതില്ലേ ബോഡി പാർട്ട് അതിൻ്റെ ആ തുണി എടുത്ത് ഇപ്പോൾ തയ്യൽ തുമ്പും യോജിപ്പിച്ച് വെക്കുക. അതിന് ശേഷം നടുക്ക് വരുന്നൊരു കട്ടില്ലേ അത് മറ്റേതിനോട് യോജിപ്പിച്ച് വെക്കുക. ആ ഒരു കട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു പ്ലീറ്റാണോ 2 പ്ലീറ്റാണോ 3 പ്ലീറ്റാണോ ഇപ്പോൾ 2 3 പ്ലീറ്റോ കിട്ടും. ആ ഒരു രീതി ഇപ്പോൾ 3 പ്ലീറ്റായി. അപ്പോൾ ആ കട്ട് യോജിപ്പിച്ച് വരണം, ഒരുപോലെ വരണം. എന്നിട്ട് പിന്നെ മാറ്റി അടുത്ത കട്ടാകുമ്പോഴത്തേക്ക് അടുത്ത ഈ ബോഡി ഇതില്ലേ സ്കേർട്ടിൻ്റെ കട്ട്, അങ്ങനെ കട്ടുകൾ തമ്മിൽ നേരെ വരുന്ന രീതിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇപ്പോൾ പറയുന്നവരൊരു നമുക്കൊരു ഇതുപോലെ ഒന്നറിയാൻ ഭയങ്കര വിഷമം പോലെയല്ല ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് കഴിയും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ലെങ്ത്ത് കൂടിപ്പോയി, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അയക്കുക, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഉടൻ തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.